നമസ്കാരം. നമ്മുടെ മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കിയൊരു വാർത്തയുണ്ട്. അത് ഭാരതത്തിൻ്റെ ചരിത്രത്തിനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളൊരു വാർത്തയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ അത് മുക്കിയത് എന്ന് പറയേണ്ടി വരും. സംഗതി വേറൊന്നുമല്ല, ചോള സാമ്രാജ്യത്തിൻ്റെ കാലത്തുള്ള, പ്രത്യേകിച്ച് രാജരാജ ചോളൻ്റെ കാലത്തുള്ള ചെമ്പോലകൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചെമ്പോല ശ്രീ നരേന്ദ്രമോദി നെതർലാൻഡ്സിൽ നിന്ന് വീണ്ടെടുത്തു. 300 വർഷങ്ങളായി ഭാരതത്തിൽ നിന്ന് കളവ് പോയ, 300 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ നിന്ന് കളവ് പോയൊരു ചെമ്പോലയായിരുന്നു അത്. അത് കളവ് പോയതിൻ്റെ പിന്നിലും ഒരു ചരിത്രമുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ചെമ്പോലകൾ വീണ്ടെടുത്തതിനെ തുടർന്ന് ഈ തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരും ദ്രാവിഡ സിദ്ധാന്തവാദികളും മുന്നോട്ട് വന്ന് 300 വർഷങ്ങളായി നെതർലാൻഡ്സിലെ ക്രിസ്ത്യൻ പാതിരിമാരത് സംരക്ഷിച്ച് പിടിച്ചിരിക്കുകയായിരുന്നു എന്നുള്ള ഒരു തരത്തിലുള്ള ആഖ്യാനങ്ങളൊക്കെ മുന്നോട്ട് വെച്ച് വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് ഒരു 300 വർഷങ്ങൾക്ക് മുമ്പ് ജെസുവേറ്റ് ഓർഡർ എന്നുള്ളൊരു ക്രിസ്ത്യൻ സഭയുടെ ആഗ്രഹപ്രകാരം, അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യപ്രകാരം, ഒരു പ്രത്യേക രാജരാജ ചോളൻ നിർമ്മിച്ച ഒരു ബുദ്ധവിഹാരം, നിർമ്മിച്ചു കൊടുത്ത ഒരു ബുദ്ധവിഹാരം ഇടിച്ചു നിരത്തി ബ്രിട്ടീഷ് ഗവർണർ അവരെ സന്തോഷിപ്പിച്ചു. ആ സമയത്ത് തന്നെ ആ മേഖലയിൽ നാഗപട്ടണം പ്രദേശത്ത് സ്വാധീനമുണ്ടായിരുന്ന ഡച്ചുകാരുടെ ഇടയിൽ നിന്നൊരു പാതിരി ഈ ചെമ്പോലകൾ മോഷ്ടിച്ചു കൊണ്ടുപോയി. മോഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് പോയത്. ഇത് ഞാൻ പറയുന്നതല്ല, ഡച്ച് ആർക്കൈവ്സിൽ അവർ പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചെമ്പോലകൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്. ഈ ചെമ്പോലകൾ വീണ്ടെടുത്തതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഈ ചെമ്പോലകൾ പാതിരി അടിച്ചു മാറ്റിയതാണെന്ന് ഡച്ചുകാർ സമ്മതിച്ചു എന്ന് പറഞ്ഞല്ലോ. അത് മാത്രമല്ല ഇതിൻ്റെ പിന്നിലുള്ള തെളിവ്. ഇതൊരു മോഷണം പോയതാണെന്ന് പറയുവാനുള്ള തെളിവ്, ആ പാതിരിയുടെ പിൻതലമുറക്കാരാണ് ഡച്ച് നെതർലാൻഡ്സ് മ്യൂസിയത്തിന് ഈ ചെമ്പോലകൾ ദാനം ചെയ്തത്, അല്ലെങ്കിൽ അവിടെ കൊണ്ടിത് അടിയറ വെച്ചത്, സറണ്ടർ ചെയ്യുക എന്ന് പറയുമല്ലോ, ആ രീതിയിൽ ചെയ്തത്. അതും രേഖകളിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അവർ ഇത് സംരക്ഷിക്കുകയായിരുന്നു എന്നുള്ളൊരു ആഖ്യാനം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടാൽ മനസ്സറിഞ്ഞ് ചിരിച്ചുകൊള്ളുക. ഇനി ഇതിൻ്റെ ചരിത്ര പ്രാധാന്യത്തിലേക്ക് വരാം. ഈ ദ്രാവിഡ സിദ്ധാന്തം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ഈ ആര്യൻ അധിനിവേശം തുടങ്ങിയ തെറ്റായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കപട ആഖ്യാനങ്ങളിലൂടെയാണ് ഈ ദ്രാവിഡ സിദ്ധാന്തം എന്നിട്ടുള്ള ഒരു ഉഡായിപ്പ് വാദം തമിഴ്നാട്ടിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇ വി രാമസ്വാമിയെ പോലുള്ളവർ തന്നെ അത് ഉയർത്തിക്കൊണ്ട് വരുന്നത് ആര്യന്മാരെല്ലാം ഒരു വില്ലന്മാരാണ്, അല്ലെങ്കിൽ അവർ ദുഷ്ടന്മാരാണ്, അവർ ഇവിടെ വന്ന് പാവപ്പെട്ട തമിഴ് രാജാക്കന്മാരായ രാവണനെയും മറ്റും കൊലവിളിച്ച് അവരുടെ ആര്യൻ അധിനിവേശ സിദ്ധാന്തം ഇവിടെ സ്ഥാപിച്ച് ഹിന്ദു ദൈവങ്ങളെല്ലാം ആര്യന്മാരാണ് തുടങ്ങിയ പല സിദ്ധാന്തങ്ങളും ഒരു ഇല്ലാ കഥകൾ മെനഞ്ഞ ആ സിദ്ധാന്തത്തിനൊരു അടിസ്ഥാനം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അടിക്കല്ലിളക്കുന്ന ഒരു ചെമ്പോലയാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ചെമ്പോലയിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വളരെ നിസ്സാരമായൊരു കാര്യമാണ്. ഈ ബുദ്ധവിഹാരത്തിന് നാഗപട്ടണത്തെ ആനമംഗലത്തെ ഗ്രാമത്തിലുള്ള മുഴുവൻ വരുമാനവും, നികുതി വരുമാനവും ഈ ബുദ്ധവിഹാരത്തിൻ്റെ നിർമ്മാണത്തിനും അതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും വേണ്ടി രാജരാജ ചോളൻ ദാനം ചെയ്തപ്പോൾ, അല്ലെങ്കിൽ കൽപ്പിച്ച് നൽകിയപ്പോൾ, അതിൻ്റെ ആധാരമായിട്ടുള്ള രാജകീയ കൽപ്പനയാണ് ഈ ചെമ്പോല. ആ ചെമ്പോലയിൽ രാജരാജ ചോളൻ്റെ ഒരു പശ്ചാത്തലം, അല്ലെങ്കിൽ ചോള രാജവംശത്തിൻ്റെ ഒരു പാരമ്പര്യം പറയുന്നുണ്ട്. പറയുന്ന മറ്റൊന്നുമല്ല, ബ്രഹ്മാവിൽ നിന്ന് അനുക്രമമായി മനു, ഇക്ഷ്വാകു, സാക്ഷാൽ ശ്രീരാമദേവൻ തന്നെ, ആ ശ്രീരാമദേവൻ്റെ പരമ്പരയിലുള്ള സൂര്യവംശത്തിലെ രാജാക്കന്മാരാണ് രാജരാജ ചോളന്മാർ. ഇപ്പോൾ ഏതാണ്ട് കാര്യങ്ങൾ വ്യക്തമായല്ലോ. ആര്യനധിനിവേശം, ഹിന്ദു ദൈവങ്ങൾ, അതിൽ തന്നെ പ്രത്യേകിച്ച് ശ്രീരാമൻ, ഇവരെല്ലാം ഞങ്ങളുടെ ആൾക്കാരല്ല എന്ന് പറയുന്ന തമിഴന്മാർ, രാവണൻ ഞങ്ങളുടെ മുപ്പാട്ടനാണ്, മുതുമുത്തച്ഛൻ്റെ മുതുമുത്തച്ഛനാണ് എന്ന് പറയുന്നവരുടെ ഈ ഒരു കപട സിദ്ധാന്തത്തിൻ്റെ അടിക്കല്ലിളക്കുന്ന ചെമ്പോലകളാണ് നരേന്ദ്രമോദി സ്വന്തം കഴിവിലൂടെ, അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ നയതന്ത്ര ബന്ധങ്ങളിലൂടെ, ആ ശ്രമങ്ങളിലൂടെ നേടിയെടുത്ത് ഭാരത സംസ്കാരം പുനഃസ്ഥാപിക്കുവാനായി തിരികെ കൊണ്ടുവരുന്നത്. ഇത്രയും ഹ്രസ്വമായൊരു വിവരങ്ങൾ നിങ്ങളോട് പങ്കുവച്ചു എന്ന് മാത്രം. കൂടുതൽ വിശദമായി ഈ വിഷയത്തെ സംബന്ധിച്ചൊരു ചർച്ചകൾ തന്നെയാവാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.